ഹായ്, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കോട്പ ആക്റ്റാണ്, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കോട്പ നിയമം, കോട്പ എന്ന് പറയുമ്പോൾ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പോൾ കോട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 2003 മെയ് 18 അടുത്ത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ ആർട്ടിക്കിൾ 21 നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് 1999 ജൂലൈ 12. ഈ ഒരു പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനാണ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ്. അടുത്ത് പറഞ്ഞത് ലോകാരോഗ്യ സംഘടനയുടെ 39ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്ന വർഷം 1986 മെയ് 15. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ലോകാരോഗ്യ സംഘടനയുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലി യോഗം നടന്നത് 1990 മെയ് 17. ഇന്ത്യയിൽ കോട്പ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനമാണ് 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി. പുകയിലരഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2008 ഒക്ടോബർ 2. അപ്പോൾ പുകയിലരഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2008 ഒക്ടോബർ 2. നമ്മുടെ കോട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2003 നമ്മുടെ പുകയിലരഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2008. അടുത്ത കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്താണ് കാഞ്ചിയാർ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമമാണ് കൂളിമാട്. അടുത്ത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം. അത് നമ്മൾ പറഞ്ഞത് ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. പിന്നെ പറഞ്ഞു പുകയില രഹിതമായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഹോങ്കോങ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ നമ്മുടെ കോട്പ ആക്ട് ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അടുത്ത് നമ്മൾ സെക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സെക്ഷൻ 4 പറയുന്നത് പൊതുസ്ഥലത്തെ പുകവലിയെക്കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 4 വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കുമുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 21. അടുത്ത് പറഞ്ഞ സെക്ഷൻ 5 പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനം. അപ്പോൾ നമ്മുടെ സെക്ഷൻ 5 വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 22. അപ്പോൾ ആദ്യം ഇങ്ങനൊരു കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ് ശിക്ഷ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴ. പിന്നെയും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, 5 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷയും 5000 രൂപ വരെ പിഴയോ ലഭിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ 6 കുറിച്ചാണ്. സെക്ഷൻ 6 പറയുന്നത് 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നതിൽ മേലുള്ള നിരോധനം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6. അപ്പോൾ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 24. അപ്പോൾ സെക്ഷൻ 6 ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 24. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ 200 രൂപ പിഴ ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റകരമാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ 6 പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ കുട്ടികളെ ആകർഷിക്കത്തക്ക വിധം ചെറിയ പാക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു അട്രാക്റ്റീവായിട്ടുള്ള പാക്കറ്റുകൾ വിൽക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 6 പറഞ്ഞു 18 വയസ്സ് താഴെ പ്രായമുള്ളവർക്ക് സിഗരറ്റോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നത് നിരോധിക്കുന്നതിനുള്ള നിയമമാണ്. അപ്പോൾ അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 24. അത് പ്രകാരം 200 രൂപയാണ് പിഴ. ആ ഒരു സെക്ഷനിൽ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണെന്ന് 60x30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ കടകളിൽ പ്രദർശിപ്പിച്ചിരിക്കണം. 60x30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഇത് കടകളിൽ പ്രദർശിപ്പിച്ചിരിക്കണം.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ 6B ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധനം. അപ്പോൾ 100 മീറ്റർ ചുറ്റളവിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടുത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 6B. നമ്മൾ പിന്നെ യെല്ലോ ലൈനിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു നിയമം പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസുകാരോട് നമ്മുടെ സ്കൂൾ അധികൃതർക്ക് സഹായം അഭ്യർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ 6B പ്രകാരം ഈ ഒരു കാര്യം ഇതിനുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത് സെക്ഷൻ 24 തന്നെയാണ്. 200 രൂപ വരെയാണ് പിഴ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 7 സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണങ്ങൾ. അപ്പോൾ സെക്ഷൻ 7 പറയുന്നത് എന്താണ്? സിഗരറ്റ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയുടെ നിയന്ത്രണങ്ങൾ. അപ്പോൾ ഓരോന്നിനും നിയന്ത്രണമുണ്ടല്ലോ, ആ ഒരു നിയന്ത്രണത്തെക്കുറിച്ചാണ് സെക്ഷൻ 7 പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ടോ അല്ലാതെയോ ആരും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ മാനദണ്ഡങ്ങളോ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലേബലും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും എന്താ പറയുക, വിതരണം നടത്തുവാനോ ഉൽപ്പാദനം നടത്തുവാനോ പാടില്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ലേബൽ കാണും. അതേപോലെ തന്നെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ വിതരണം ചെയ്യുവാനോ ഉൽപ്പാദനം ചെയ്യുവാനോ നേരിട്ടോ അല്ലാതെയോ ആരും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. അടുത്ത് പറയുന്നത് നിർദ്ദിഷ്ട അളവിൽ കൂടുതൽ നിക്കോട്ടിൻ, ടാർ എന്നിവ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും കുറ്റകരമാണ്. അപ്പോൾ നമ്മുടെ നിക്കോട്ടിൻ അറിയാം, നമ്മുടെ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് നിക്കോട്ടിൻ. ടാറ്, ഇതൊക്കെ നമ്മുടെ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ടാറ് വീഴുന്ന. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഇപ്പോൾ നമ്മൾ നിക്കോട്ടിൻ കൂടുതലായി കഴിഞ്ഞാൽ, ടാറ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കുറ്റകരമാണ്. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളോ ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ ഇല്ലാത്ത സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഇറക്കുമതി കുറ്റകരമാണ്. ഇപ്പോൾ ഒരു ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഒരു സിഗരറ്റോ അങ്ങനെ നമ്മളൊരു പുകയില ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അത് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ, ലേബല്, മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് ആ ഒരു പാക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൽ അത് ഇല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7. അപ്പോൾ ഒന്നുകൂടി പറയാം. സെക്ഷൻ 7 പറയുന്നത് സിഗരറ്റിൻ്റെയോ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയോ ഉൽപ്പാദനം, വിതരണം, കച്ചവടം, വാണിജ്യം എന്നിവയിലുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7. അപ്പോൾ ഈ സെക്ഷൻ 7 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിർദ്ദിഷ്ട ലേബല്, മുന്നറിയിപ്പ് ചിത്രങ്ങൾ, മാനദണ്ഡങ്ങൾ ഇവ ഇല്ലാത്ത സിഗരറ്റ് പാക്കറ്റുകളുടെ ഉൽപ്പാദനം, വിതരണം എന്നിവ നേരിട്ടോ അല്ലാതെയോ ആരും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ നിർദ്ദിഷ്ട അളവിൽ കൂടുതൽ നിക്കോട്ടിൻ, ടാറ് എന്നിവ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റിന് പുറത്ത് ഈ സാധനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് ഉൽപ്പാദനവും വിതരണവും ചെയ്യുന്നത് കുറ്റകരമാണെന്ന് സെക്ഷൻ 7 പറയുന്നു. അടുത്ത് പറയുന്നത് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളോ ലേബലോ മുന്നറിയിപ്പ് ചിത്രങ്ങളോ ഇല്ലാത്ത സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ ഇറക്കുമതി ചെയ്യുന്നതും കുറ്റകരമാണെന്ന് സെക്ഷൻ 7 പറയുന്നു. അടുത്ത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. സിഗരറ്റുകളുടെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 8. ഇപ്പോൾ നമ്മളൊരു സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ആ ഒരു നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ ഈ ഒരു പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് അത് എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ 40% ഈ ഒരു അപകട മുന്നറിയിപ്പ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 8 അതിനെക്കുറിച്ചാണ് പറയുന്നത്. സിഗരറ്റുകളുടെയോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെയോ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 8. അപ്പോൾ നിർദ്ദിഷ്ട മുന്നറിയിപ്പുകൾ വായിക്കാൻ കഴിയുന്നതും സ്പഷ്ടവുമായിരിക്കണം. മുന്നറിയിപ്പുകളുടെ നിറം, വലിപ്പം എന്നിവ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം.
സിഗരറ്റ് പാക്കറ്റുകളിലെ ലേബലുകൾ, മുന്നറിയിപ്പുകൾ എല്ലാം നിയമാനുസൃതമായ രീതിയിലായിരിക്കണം. അവ ശരിയായ രീതിയിലും ഉപഭോക്താവിന് ദൃശ്യമാകുന്ന തരത്തിലും ആയിരിക്കണം. ചിത്ര മുന്നറിയിപ്പുകൾ ഓരോ വർഷവും മാറ്റണം. അടുത്ത വർഷത്തേക്കുള്ളവ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നവയുമായി താരതമ്യ പഠനം നടത്തിയിരിക്കണം. അപ്പോൾ നമ്മുടെ സെക്ഷൻ 8 പറയുന്നത് സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിലെ നിർദ്ദിഷ്ട മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ വായിക്കാൻ കഴിയണം, സ്പഷ്ടവുമായിരിക്കണം. പിന്നെ മുന്നറിയിപ്പുകളുടെ നിറം അല്ലെങ്കിൽ വലിപ്പം എന്നിവ ഓരോ മാനദണ്ഡങ്ങളുണ്ടല്ലോ, അതനുസരിച്ചായിരിക്കണം. പിന്നെ സിഗരറ്റ് പാക്കറ്റുകളുടെ ലേബലുകൾ, മുന്നറിയിപ്പുകളെല്ലാം നിയമാനുസൃതമായ രീതിയിലായിരിക്കണം. അവ ശരിയായ രീതിയിലും ഉപഭോക്താവിന് ദൃശ്യമാകുന്ന, ചെറുതായിട്ട് എഴുതി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ ദൃശ്യമാകുന്ന തരത്തിലും ആയിരിക്കണം. പിന്നെ ചിത്ര മുന്നറിയിപ്പുകൾ ഓരോ വർഷവും മാറ്റണം എന്ന് പറയുന്ന സെക്ഷൻ 8 ആണ്. അപ്പോൾ ചിത്ര മുന്നറിയിപ്പുകൾ ഓരോ വർഷവും മാറ്റണം. അടുത്ത വർഷത്തേക്കുള്ളവ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുമായിട്ടുള്ള താരതമ്യ പഠനം നടത്തി ഇത് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ പാക്കറ്റിലെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8. അടുത്ത് പറയുന്നത് സെക്ഷൻ 9 ആണ്. സിഗരറ്റുകളിലോ മറ്റേതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കേജുകളിലോ ലേബലുകളിലോ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ സിഗരറ്റുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ പുകയില ഉൽപ്പന്നങ്ങളിലെ ലേബലുകളിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 9. അപ്പോൾ നമ്മളൊരു പുകയില ഉൽപ്പന്നത്തിൻ്റെ ആ ഒരു പരസ്യം ഉണ്ടല്ലോ, പുകയില ഉൽപ്പന്നത്തിൻ്റെ പരസ്യം, അപ്പോഴതിൽ ആ ഒരു ലേബലിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 9. ലേബലുകളും മുന്നറിയിപ്പുകളും ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ ആയിരിക്കണം. അല്ലെങ്കിൽ ഭാഗികമായി ഇംഗ്ലീഷോ ഇന്ത്യൻ ഭാഷകളോ ഉപയോഗിക്കാം. വിദേശ ഭാഷകളിലുള്ള മുന്നറിയിപ്പുകൾക്കൊപ്പം ഇംഗ്ലീഷിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരിക്കണം. ഭാഗികമായി വിദേശ ഭാഷകളോ ഇംഗ്ലീഷ് ഭാഷകളോ മുന്നറിയിപ്പിനായി ഉപയോഗിക്കാം. അപ്പോൾ സെക്ഷൻ 9 പറയുന്നത് നമ്മുടെ സിഗരറ്റ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ സെക്ഷൻ 9 പറയുന്നത് ലേബലുകളും മുന്നറിയിപ്പുകളും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഭാഷകളിലായിരിക്കണം. അല്ലെങ്കിൽ ഭാഗികമായി ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ ഉപയോഗിക്കാം. പിന്നെ വിദേശ ഭാഷകളിലെ മുന്നറിയിപ്പുകൾക്കൊപ്പം വിദേശ ഭാഷകൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരിക്കണം. അടുത്ത് പറയുന്നത് ഭാഗികമായി വിദേശ ഭാഷകളോ ഇംഗ്ലീഷ് ഭാഷകളോ മുന്നറിയിപ്പിനായി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പിനായിട്ട് നമ്മുടെ ഭാഷകളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 9. അടുത്ത് നമുക്ക് സെക്ഷൻ 20 നോക്കാം. നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ചും ഇവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 20. അപ്പോൾ സെക്ഷൻ 20 പറയുന്നത് നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ചും ഇവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 20. സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തി അതിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിനെയോ ടാറിനെയോ പറ്റിയുള്ള ലേബലോ മുന്നറിയിപ്പോ നൽകിയിട്ടില്ലെങ്കിൽ കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്നു. ആദ്യ കുറ്റത്തിന് 2 വർഷം വരെയുള്ള തടവോ 5000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നു. രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റസ്ഥാപനത്തിന് 5 വർഷം വരെ നീട്ടാവുന്ന തടവും 10000 രൂപ വരെയുള്ള പിഴയ്ക്കും അർഹതയുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ, ടാർ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താത്ത ലേബലോടുകൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്. ഇങ്ങനെയുള്ള ആദ്യ തവണത്തെ കുറ്റത്തിന് 1 വർഷം വരെ തടവോ 1000 രൂപ പിഴയോ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ തുടർന്നുള്ള കുറ്റത്തിന് 2 വർഷം തടവും 3000 രൂപ പിഴയും ലഭിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ചേരുവകളെയും കുറിച്ചറിയുവാനുള്ള അധികാരം എല്ലാ ഉപഭോക്താക്കൾക്കുമുണ്ട്. അതുകൊണ്ട് പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും വിവരം വളരെ വ്യക്തമായി പാക്കറ്റിന് പുറത്ത് എഴുതിയിരിക്കണം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് കോട്ട്പ കേസുകൾ വാദിക്കുന്നത്. കോട്ട്പ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ജാമ്യം കിട്ടുന്നവയാണ്.
അപ്പോൾ സെക്ഷൻ 20 നമ്മൾ പറയുന്നത് നിക്കോട്ടിൻ ടാറിൻ്റെ അളവുകളെയും മുന്നറിയിപ്പുകളെയും ഉള്ളടക്കത്തെയും സംബന്ധിച്ചും ഇവ നൽകിയില്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ചും പ്രതിപാദിക്കും എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് പാക്കറ്റ് അതെടുത്തു, അതിൻ്റെ പുറകിൽ അതിലെത്ര നിക്കോട്ടിനുണ്ട്, അതിലെത്ര ടാറുണ്ട്, നമ്മളൊരു ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു ജാം വാങ്ങിക്കുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസിൽ അത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കില്ല. അതേപോലെ നമ്മൾ ഈ ഒരു പുകയിലയിൽ അതിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ്റെയും ടാറിൻ്റെയും അളവുകൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ആദ്യ കുറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം അയാൾ പിടിക്കപ്പെടുമ്പോൾ 2 വർഷം വരെ തടവ്, 5000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നു. പിന്നെയും ഇയാൾ ഈ ഒരു കാര്യത്തിന് ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം വരെ നീട്ടാവുന്ന തടവും 10000 രൂപ പിഴയും അർഹതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്ന വ്യക്തി അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ്റെയോ ടാറിൻ്റെയോ ലേബൽ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ആദ്യം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ്, 5000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നു. രണ്ടാമത് ഇയാളെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷം വരെ നീട്ടാവുന്ന തടവിനും 10000 രൂപ വഴിയുള്ള പിഴയ്ക്കും അർഹതയുണ്ട്. അടുത്ത് പറഞ്ഞത് പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ, ടാർ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താത്ത ലേബലോട് കൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റമാണ്. ഇപ്പോൾ ഒരു പുകയില ഉൽപ്പന്നത്തിൽ ലേബലുണ്ട്, എന്നാൽ അതിൽ നിക്കോട്ടിൻ, ടാർ എന്നിവയുടെ അളവ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആദ്യം അങ്ങനെയുള്ള കാര്യത്തിന് പിടിച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ്, 1000 രൂപ പിഴ ലഭിക്കും. രണ്ടാമത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, 2 വർഷം വരെ തടവും 3000 രൂപ വരെ പിഴയും ലഭിക്കും. അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ, ടാർ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താത്ത ലേബലോട് കൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ, ഒരു സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ലേബലുണ്ട്, പക്ഷേ അതിൽ നിക്കോട്ടിൻ, ടാർ എന്നിവ അതിൻ്റെ അളവ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ 1 വർഷം വരെ തടവോ 1000 രൂപ പിഴയോ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനൊരു സംഭവം അയാളെ പിന്നെയും പിടിക്കുകയാണെങ്കിൽ 2 വർഷം വരെ തടവും 3000 രൂപ പിഴയും ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ട്പ നിയമത്തിൽ മെയിനായിട്ട് ചോദിക്കുന്ന സെക്ഷൻസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മുടെ കോട്ട്പ നിയമത്തിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് NDPS ആക്റ്റാണ്.